രാഷ്ട്രീയ വിഷയം എനിക്കറിയാം, അങ്ങ് തിരക്കിലാണ് എന്നറിയാം. അല്പസമയം കൊണ്ട് ഞാൻ അങ്ങനെ സ്വതന്ത്രമാക്കാം. ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ഈ പാലക്കാട്ടെയും ആലത്തൂരിലേക്കും ഒക്കെ വയനാട്ടിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിൽ ഈ വർഗീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളുണ്ട്. അതിലൊരു വിമർശനം CPM-നെതിരെയുള്ളത്. അതായത് ഇന്നിപ്പോഴുള്ള വാർത്ത, CPM-ന്റെ വിചിത്രമായിട്ടുള്ളൊരു നിലപാട് വന്നിട്ടുണ്ട്, LDF-ന്റെ. അതായത് പാലക്കാട്ടെ 2 പത്രങ്ങളിലും സിറാജിലും സുപ്രഭാതത്തിലും മാത്രം തിരഞ്ഞുപിടിച്ച് സന്ദീപ് വാര്യരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വാർത്തയാക്കി പരസ്യമാക്കി നൽകിയത്, അതിൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്നാണ് LDF ഇലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് അഭ്യുദയകാംക്ഷികൾ കൊടുത്ത പരസ്യമാണ് എന്നാണ്. അത് പറയാനുള്ള കാരണം, സമസ്ത ആ പരസ്യം കൊടുത്തതിൻ്റെ പേരിൽ സുപ്രഭാതത്തിലെ പത്രപ്രവർത്തകരെ ശാസിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് LDF ആ പരസ്യത്തിൽ കൈയൊഴിഞ്ഞിരിക്കുന്നത്. CPK കുഞ്ഞാലിക്കുട്ടി, യഥാർത്ഥത്തിൽ LDF ആ പരസ്യം കൊടുത്തതോടുകൂടി പ്രതിസന്ധിയിലാവുകയാണോ ചെയ്തത്? അതിലൊരു വർഗീയതയുണ്ടോ ആ നീക്കത്തിൽ? CPK കുഞ്ഞാലിക്കുട്ടി, ലോകത്ത് പച്ച വർഗീയതയാണ് ലോകത്ത് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് സംഭവിച്ചത്. അതും ഒരു ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വേസ്റ്റായിട്ട്, ഇതിലും മോശമായൊരു കാര്യം സംഭവിക്കാനില്ല. എന്താ അന്ന് ചെയ്തത്? കമ്മ്യൂണലായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കാനാണ് നോക്കിയത്. അത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. CPM ചിന്തിക്കേണ്ടതാണ്. വടകരയിലെ കാഫർ കളിയും അതുപോലെ തന്നെ ഈ നമ്മുടെ പാലക്കാട്ടെ ഈ പരസ്യവും, പാലക്കാട്ടെ ആ പരസ്യത്തിൻ്റെ നേരിട്ടുള്ള ഫലം ബെനിഫിഷ്യറി ആരാ? BJP ആയിരുന്നു. അതറിയാത്തവരാണോ ഈ പരസ്യം കൊടുത്തവരും അത് പബ്ലിഷ് ചെയ്തവരും ഒക്കെ? LDF ഇലക്ഷൻ കമ്മിറ്റിൻ്റെ പേരിൽ ആർക്കും എന്തും ചെയ്യാവോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കതിൽ ഉത്തരവാദിത്തമില്ലേ? ഇപ്പോൾ കൈവയ്യുന്നത് എങ്ങനെ? ആ പരസ്യം വായിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഗീയമായ ഒരു ചാർജഡായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ആളുകൾ പ്രകോപിതരാവണം എന്നുള്ളവർക്കുള്ളൊരു വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ളൊരു പരസ്യമാണത്. മാത്രമല്ല അതിൻ്റെ ഗുണമായിരിക്കാം കിട്ടുക. ന്യൂനപക്ഷ വോട്ടുകൾ തേർഡ് പാർട്ടിയായ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ BJP ജയിക്കും. അപ്പോൾ BJPയെ ജയിപ്പിക്കാനാണ് ഇവർ നോക്കിയത്. അത് വളരെ മോശം. കേരളത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു രാഷ്ട്രീയം അത് തന്നെയാണ്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി BJP ശ്രമിക്കുന്നതും LDF ശ്രമിക്കുന്നതും ഒന്ന് തന്നെയാണ്. ചില സമുദായങ്ങളെ BJPയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം അവർ നടത്തുന്നു. നമുക്ക് മനസ്സിലാക്കാം. അവരതിനു വേണ്ടി കാര്യമായ ശ്രമം നടത്തും. അവരെ പാർട്ടി അതിനായി മന്ത്രിയെ വെച്ചിട്ടുണ്ട്, നോക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷവും അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം UDF തകർന്നു കിട്ടുമല്ലോ. UDFൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി കേരളത്തിൽ BJPയും ഇടതുപക്ഷവും ഇപ്പോൾ കമ്മ്യൂണൽ രാഷ്ട്രീയം കളിക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുനമ്പം പോലും അതാണ്. മുനമ്പം പരിഹരിക്കുന്നില്ലല്ലോ, നീട്ടിക്കൊണ്ടുപോവാണ്. എന്താ കാരണം? സാമുദായികമായ ചേരിതിരിവ് ഉണ്ടായിക്കോട്ടെ. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും ലീഗിന്റെ ഇടപെടലിനെ നമ്മൾ അഭിനന്ദിക്കുക കൂടിയാണ്. കാര്യം ലീഗ്